സോഷ്യൽ മീഡിയ പേജുകളിൽ കഴിഞ്ഞ ദിവസം നിറഞ്ഞുനിന്ന റൂമറാണ് സിനിമാ പേജുകളിലെ പ്രധാന ചർച്ച. മലയാളത്തിൽ ഇനിയും പുറത്തിറങ്ങാനുള്ള ഒരു ബിഗ് ബജറ്റ് ചിത്രം റീഷൂട്ട് ചെയ്യുകയാണ് എന്ന ഫാൻ പേജുകൾ ഐഡിയൽ പോസ്റ്റ് പങ്കുവച്ചു. പിന്നാലെ എന്താണ് ആ സിനിമയെന്ന തരത്തിൽ വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത്. ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന അയാം ഗെയിമാണ് ആ സിനിമയെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തി. നഹാസിന്റെ സംവിധാനത്തിൽ ദുൽഖർ ഒട്ടും തൃപ്തനായില്ലാത്തതുകൊണ്ട് ചിത്രം റീഷൂട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ഇത്തരം പോസ്റ്റുകൾ പറയപ്പെടുന്നത്. ചിത്രത്തിന്റെ ബജറ്റ് ഇരട്ടിയാക്കിയെന്നും ഈ പോസ്റ്ററിലുണ്ട്. എന്നാൽ ഇത്തരം പോസ്റ്ററുകൾ ആരും വിലക്കെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, പോസ്റ്റ് ഇട്ടവരുടെ ഹിസ്റ്ററിയും ചിലർ കണ്ടുപിടിച്ചു. എഫ്.എഫ്.സി പോലുള്ള ഗ്രൂപ്പുകളിൽ അംഗമായിട്ടുള്ള മോഹൻലാൽ ആരാധകരാണ് സ്വയം വിശേഷിപ്പിക്കുന്നവരാണ് ഇതിൽ പലരും. പോസ്റ്റുകൾ വൈറലായോടെ ഇക്കൂട്ടർക്ക് മറുപടിയുമായി ദുൽഖർ ഫാൻസ് തന്നെ രംഗത്തെത്തി. ഷൂട്ട് പോലും തീരാത്ത അയ്യാങ്കം ഇനി എന്തിനാണ് റീഷൂട്ട് ചെയ്യുന്നത് എന്നാണ് പ്രധാന ചോദ്യം. 180 ദിവസത്തെ ഷൂട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും അത് 140 ദിവസം ഇതിനോടകം പൂർത്തിയാക്കിയെന്നും DQ ഫാൻസ് വ്യക്തമാക്കി. പറഞ്ഞ സമയത്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഓണത്തിന് തന്നെ ചിത്രം തിയേറ്ററിലെത്തുമെന്ന് പോസ്റ്റിൽ പറയുന്നു. മോഹൻലാൽ ഫാൻസ് ഇപ്പോൾ തന്നെ അയാൻ ഗെയിമിനെ പേടിക്കുന്നത് എന്തിനാണെന്നും ചോദ്യങ്ങൾ ഉയരുന്നു. റിലീസാകാത്ത സിനിമയെക്കുറിച്ച് അനാവശ്യമായ റൂമറുകൾ എന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ഓണം റിലീസായി വിജയിക്കാൻ സാധ്യത അയാൻ ഗെയിം തന്നെയാണ് ആരാധകർ അവകാശപ്പെടുന്നു. വൻ ബജറ്റിലൊതുങ്ങുന്ന ചിത്രം അയാൻ ഗെയിമിൻ അവസാനഘട്ട ഷൂട്ടിംഗ് കൊച്ചി, ദുബായ്, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലാണ് ചിത്രം പുരോഗമിക്കുന്നത്. അയാൻ ഗെയിമിന്റെ യഥാർത്ഥ ജോണർ എന്താണെന്ന് ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ഓഗസ്റ്റ് 20 റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ഇപ്പോൾ തന്നെ തിയേറ്റർ ചാർട്ടിംഗ് ആരംഭിച്ചിരുന്നു.